അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ദിൽ ഇസ്സത്തി വൽ ജലാൽ അൽ മൗസൂഫി ബി ഔസാഫിൽ കമാലി വൽ ജമാൽ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ വഖായിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅല സ്വഹബി വൽ ആൽ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിൽ മആൽ. അമ്മാ ബഅദ്. അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിലും 3 ജംറകളിൽ 7 വീതം എറിയൽ വാജിബാണ്. ഓരോ ദിവസവും സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും നീങ്ങുന്നതോടെ എറിയാനുള്ള ആദ്യ സമയം പ്രവേശിക്കുന്നതാണ്. ഉച്ചയ്ക്ക് മുൻപ് ആ ദിവസത്തെ ഏറ് പരിഗണനീയം അല്ല. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് ജംറകളിൽ കാണുന്ന തിക്കും തിരക്കും കണ്ട് സംശയിക്കേണ്ടതില്ല. അവർ തലേ ദിവസത്തെ ഏറുകൾ നിർവഹിക്കുകയായിരിക്കുമെന്ന് കരുതി അവരെയും അവരുടെ ഏറുകളെയും അവരുടെ പാട്ടിന് വിട്ടേക്കുക. ഓരോ ദിവസവും ഉച്ചയോടെ എറിയാനുള്ള സമയം പ്രവേശിക്കുമെങ്കിലും അപ്പോൾ തന്നെ തിരക്കിൽ പോയി എറിയൽ നിർബന്ധമൊന്നും ഇല്ല. അയ്യാമുത്ത് തശ്രീഖ് കഴിയുന്നത് വരെ എറിയാനുള്ള സമയം ഉണ്ട്. ശ്രേഷ്ഠമായ സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ രാത്രിയിലോ പിറ്റേന്ന് രാവിലെയോ എറിയുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല. പകൽ സമയം പൊതുവെ നല്ല തിരക്കായിരിക്കും. രാത്രി സ്വസ്ഥമായി എറിയുന്നതാണ് ഏറെ സൗകര്യം. വിശേഷിച്ച് മിനയിലെ തമ്പുകൾ ജംറകളിൽ നിന്നും വളരെ ദൂരത്താകുമ്പോൾ അത്രയും ദൂരം പകൽ വെയിലത്ത് നടക്കാൻ വലിയ പ്രയാസകരമായിരിക്കും. വൈകുന്നേരം എറിയാൻ സാധിക്കുമെങ്കിൽ ഉത്തമ സമയം ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. 2 ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് എറിയുന്നതിനും വിരോധം ഇല്ല. പക്ഷേ ആദ്യ ദിവസത്തിന് വേണ്ടി 3 ജംറയും ക്രമപ്രകാരം എറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് രണ്ടാമത്തെ ദിവസത്തിന് വേണ്ടി ക്രമപ്രകാരം എറിയണം. അല്ലാതെ ഓരോ ജംറയുടെയും അടുത്ത് ചെന്ന് 2 ദിവസത്തേതും ഒന്നിച്ചെറിഞ്ഞാൽ മതിയാവുകയില്ല എന്ന് ചുരുക്കം. അയ്യാമുത്ത് തശ്രീഖിന് ശേഷം അഥവാ ദുൽഹജ്ജ് 13-ന് ശേഷം എറിയൽ അനുവദനീയം അല്ല. എറിയാൻ സാധിക്കാത്തവർ പകരം ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. അതേപ്രകാരം ഓരോ ദിവസവും എറിയുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ഉച്ചയ്ക്ക് മുൻപ് കുളിച്ചാലും മതി. കുളി കഴിഞ്ഞ് സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് നീങ്ങിയ ശേഷം ളുഹ്ർ നിസ്കരിക്കുന്നതിന് മുൻപ് ജംറകളെ എറിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ എന്നിവിടങ്ങളിൽ ക്രമപ്രകാരം എറിയൽ നിർബന്ധമാണ്. ക്രമം തെറ്റി എറിഞ്ഞാലോ ഒരു സ്ഥലത്ത് എറിഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്ത് എറിഞ്ഞാലോ സഹിയാവുകയില്ല എന്നതാണ് നിയമം. ഓർക്കുക, നിസാര രോഗമുള്ളവരും വൃദ്ധന്മാരുമെല്ലാം പകരം എറിയാൻ ഏൽപ്പിക്കാൻ ശ്രമിക്കാതെ ജംറകളിൽ തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ എറിയാൻ ഉത്സാഹിക്കുകയാണ് വേണ്ടത്. അതുപോലെ പുറപ്പെടുമ്പോൾ 21-ൽ കുറയാത്ത കല്ലുകൾ കരുതുക തന്നെ വേണം. എറിഞ്ഞ കല്ല് നിശ്ചിത സ്ഥാനത്ത് എത്താതെ പോവുകയോ തിരക്കിൽ കൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ കൂടുതലെടുത്തത് ഉപകാരപ്പെട്ടേക്കാം. മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കിയ കല്ലുകളാണ് ഉത്തമം. അതില്ലെങ്കിൽ മറ്റുള്ളവരോട് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. മിനയിൽ നിന്നോ മറ്റോ പെറുക്കിയാലും മതിയാകുന്നതാണ്. ആദ്യം മസ്ജിദ് ഖൈഫിനടുത്തുള്ള ജംറത്തുൽ ഊലയിലേക്ക് പോകണം. പെരുന്നാൾ ദിവസം എറിഞ്ഞത് ഹറം ഭാഗത്തേക്ക് ഏറ്റവും അടുത്ത ജംറത്തുൽ അഖബയിലായിരുന്നു. ഇപ്പോൾ അവിടെ അവസാനമാണ് എറിയേണ്ടത്. ജംറയുടെ അടുത്ത് ചെന്ന് ഖിബിലക്ക് അഭിമുഖമായി നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് വലത് കൈ ഉയർത്തി ഓരോ കല്ലുകൾ വീതം ജംറയുടെ കെട്ടിനുള്ളിലേക്ക് ലക്ഷ്യം വെച്ച് എറിയണം. വളച്ചു കെട്ടിയതിനുള്ളിൽ കല്ല് വീഴണം. അത് ഷറത്താണ്. ആ സ്ഥാനമല്ലാത്തതിനെ ലക്ഷ്യം വെക്കുകയോ മറ്റു ഉദ്ദേശമോ പാടില്ല. 7 കല്ലുകൾ എറിഞ്ഞ ശേഷം ജംറ പിന്നിലാകും വിധം കുറച്ച് മുന്നോട്ട് മാറി നിന്ന് ഖിബിലക്ക് തിരിഞ്ഞു നിന്ന് തക്ബീർ, തഹ്ലീൽ, തസ്ബീഹ്, ഹംദ് എന്നിവ ചൊല്ലണം.
ശേഷമോ ഭക്തി ബഹുമാനത്തോടെ പ്രാർത്ഥിക്കുകയും വേണം. കഴിയുമെങ്കിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ആവശ്യമായ സമയം അവിടെ ദിക്റിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടൽ ഉത്തമമാണ്, കഴിയുമെങ്കിൽ മാത്രം. തുടർന്ന് നടുവിലുള്ള ജംറത്തുൽ ഉസ്തയിലേക്ക് നീങ്ങുക. ജംറത്തുൽ ഊലയിൽ ചെയ്ത പോലെ 7 കല്ലുകൾ എറിയുകയും ശേഷം ജംറ വലതുഭാഗത്താക്കി ഖിബിലക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിന്നീട് പെരുന്നാൾ ദിവസം എറിഞ്ഞ ജംറത്തുൽ അഖബയിലേക്ക് പോയി മുമ്പ് ചെയ്തതുപോലെ 7 കല്ലുകൾ എറിയണം. അവിടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ദിവസത്തെ എറിയൽ പൂർത്തിയായി. ഇപ്രകാരം 2-ാം ദിവസവും 3-ാം ദിവസവും ചെയ്യണം. ഇങ്ങനെയാണ് എറിയലിൻ്റെ ഒരു രീതി. ഓർക്കുക, അടുത്ത ദിവസത്തേക്കുള്ള എറിയൽ മുൻകൂട്ടി നിർവഹിക്കാൻ പാടില്ല എന്നും വകതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നല്ല കാര്യങ്ങളിൽ സഹായികളാവാൻ എല്ലാവർക്കും സർവാധിനാഥൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.